ഓക്കെ, നമ്മൾ 8th മൊഡ്യൂളാണ് നോക്കാൻ പോകുന്നത്. 8th മൊഡ്യൂൾ എന്താ? ആപ്ലിക്കേഷൻ ഓഫ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ സർവീസ്. 8th മൊഡ്യൂളിൻ്റെ പേരാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ സർവീസ്. ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ മെത്തേഡാണ്. ഇപ്പോൾ GPay ആയിക്കോട്ടെ, Paytm ആയിക്കോട്ടെ, ഈ ആപ്സ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഡിജിറ്റലായിട്ട് നമ്മുടെ മണി ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ടാണ്. അതിന് തന്നെയാണ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സേവിങ്സ്? സേവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ, അതായത് ഭാവി ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെക്കുന്നതിനെയാണ് നമ്മൾ സേവിങ്സ് എന്ന് പറയുന്നത്. അതായത് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ചിലവ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സേവിങ്സ് നടത്തുന്നത്. അതായത് പെട്ടെന്നൊരു ഹെൽത്ത് ഇഷ്യൂ ആയിക്കോട്ടെ, ഫ്ലഡ്, എർത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാഷ് വേണം. ഇതിപ്പോൾ ഹെൽത്ത് പ്രോബ്ലംസ് തന്നെ ഇല്ല, റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ ലൈഫിന് നമുക്ക് എന്താ മണി ആവശ്യമാണ്. പിന്നെ ഒരു പ്രോപ്പർട്ടി, വീടോ സ്ഥലമോ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ വേണം. പിന്നെ വെഹിക്കിൾ, വണ്ടികൾ വാങ്ങിക്കണമെങ്കിൽ വേണം. എഡ്യൂക്കേഷൻ, പഠിക്കാൻ, ഇപ്പം മക്കളെ പഠിപ്പിക്കാൻ നമുക്ക് ക്യാഷ് വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി വീട്ടിൽ ക്യാഷ് വെക്കുന്നത് സേഫ് ആണോ അല്ലയോ? സേഫ് അല്ല. മേ ബി ഇപ്പോൾ വീട്ടിലൊരു 10,000 20,000 അല്ലെങ്കിൽ 20,000 10,000 ഓൾമോസ്റ്റ് ഒരു 10 വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. അതിൻ്റെ മുകളിലൊരു 1,00,000 രൂപ വീട്ടിൽ വെച്ച് കള്ളന്മാരെ എടുത്തിട്ട് പോയാൽ എന്ത് ചെയ്യും? സോ അതിനേക്കാളും നല്ലത് സേഫ് ആയിട്ടുള്ളത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. സോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു എമൗണ്ടിൻ്റെ എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. സോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എന്തിനാണ്? നമ്മുടെ മണി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെന്താ? ലോണ് കിട്ടും. അതായത് ബാങ്കിലാവുമ്പോൾ നമുക്ക് ലോണ് കിട്ടും. എന്തൊക്കെ ലോണാണുള്ളത്? ഹോം ലോണ്, പേഴ്സണൽ ലോണ്, ജ്വൽ ലോണ്. ഹോം ലോൺ എന്ന് പറയുമ്പോൾ എന്താ? അതായത് വീട് വാങ്ങിക്കാനായിട്ട് നമുക്ക് എന്ത് കിട്ടും? ലോൺ കിട്ടും. മാസം മാസം നമ്മൾ അടച്ചു കൊടുക്കാം. പേഴ്സണൽ ലോൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാരേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യത്തിന് നമുക്കിപ്പോൾ പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. പിന്നെ ജ്വൽ ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഗോൾഡ് പ്ലഡ്ജ്, പണയം വെച്ചിട്ട് കിട്ടുന്നതാണ് എന്ത്? ജ്വൽ ലോൺ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഡെപ്പോസിറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്, 2 എണ്ണം. റെക്കറിങ് ഡെപ്പോസിറ്റും ഫിക്സഡ് ഡെപ്പോസിറ്റും. റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ മന്ത്ലി ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ്. അതായത് ഒരു പർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം, അതായത് ഒരു 2 വർഷത്തേക്കാണെങ്കിൽ 2 വർഷത്തേക്കുള്ള മൊത്തം എമൗണ്ട് കൊടുക്കാണ്ട് മാസാമാസം ആ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് പോവാണ്. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ബൾക്കായിട്ട് ഇപ്പോൾ 2 ലക്ഷം എന്നുള്ള ആ ഒരു എമൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പോൾ ഒരു 2 വർഷത്തേക്ക്. അതായത് റിക്കറിങ് ഡെപ്പോസിറ്റും ഫിക്സഡ് ഡെപ്പോസിറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, റിക്കറിങ് എന്ന് പറയുമ്പോൾ ആ 2 ലക്ഷം രൂപ ആ ഒരു 2 വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മാസാമാസം അടച്ചു കൊടുക്കുന്നു. അതേ ഇതിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ആ 2 വർഷത്തെ എമൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതാണ് വ്യത്യാസം. പിന്നെ നമുക്കൊരു മിനിമം ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ്സിനും ലോൺസിനും ഒക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങാം. ATM കാർഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ റെമിറ്റൻസ് യൂസിങ് ചെക്ക് ആൻഡ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ചെക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്താ ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചെക്ക്. പിന്നെ DDയും അതുപോലെ തന്നെയാണ്. പക്ഷെ DD എന്താണ്? അതിൻ്റെ ഫുൾ DD എന്ന് പറയുന്നത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണ്. അതെന്താ? നമ്മൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ്? ബിൽ പേയ്മെൻറ്റ്സ്, പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ അവകാശിക്ക് ലീഗൽ ഹെയർസ്, നമ്മുടെ അവകാശിക്ക് പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പം DDയിൽ വേണ്ട, ഡിമാൻഡ് ഡ്രാഫ്റ്റിൽ വേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്ത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ്, പിന്നെ ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ പേര്, പിന്നെ ട്രാൻസ്മിറ്റേഴ്സ് നെയിം, അയക്കുന്ന ആളുടെ പേര്. ഇപ്പം ഞാനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് ട്രാൻസ്മിറ്ററിൻ്റെ അവിടെയും റിസീവറിൻ്റെ പേര്, ആർക്കാണോ കൊടുക്കുന്നത് അയാളുടെ പേര് റിസീവറിൻ്റെ അവിടെയും ഉണ്ടാവും. പിന്നെ എത്ര എമൗണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട്. പിന്നെ ഏത് ബാങ്കിലേക്കാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ബാങ്കിൻ്റെ ലൊക്കേഷനും അഡ്രസ്സും കാര്യങ്ങളൊക്കെ. പിന്നെ എങ്ങനെയാണ് പേ ചെയ്യേണ്ടത്? ക്യാഷ് ആണോ, ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്കാണോ, എങ്ങനെയാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു ഇത്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ചെക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ചെക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എത്ര എമൗണ്ടാണ് കൊടുക്കുന്നത്, ഒന്നില്ലെങ്കിൽ ആ ഒരു എമൗണ്ടിൻ്റെ ക്യാഷ് കൊടുക്കുക, ആ ഒരു ക്യാഷ് കൊടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള ചെക്ക് കൊടുക്കുക. അങ്ങനെയാണ് DD നമ്മൾ കൊടുക്കുന്നത്.
പിന്നെ ചിറ്റ് ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താ, പലിശ, ബ്ലേഡ്. ഇതന്നെയാണ് ചിറ്റ് ഫണ്ട്സും കാര്യങ്ങളും. കൊള്ളപ്പലിശ വാങ്ങിച്ച് നമ്മളെ മുടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ അതിലൊന്നും പോയി പെടരുത്. പിന്നെ ബാങ്കിങ് പ്രൊഡക്ട്സ് ആണ്. ബാങ്കിങ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ അക്കൗണ്ട് ആണ്. മെയിനായിട്ട് ബാങ്കിൽ വേണ്ടത് എന്താ, അക്കൗണ്ട് ആണ്. എത്ര തരം അക്കൗണ്ട് ഉണ്ട്? പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, റിയൽ അക്കൗണ്ട് ഉണ്ട്, നോമിനൽ അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, പേഴ്സണൽ അക്കൗണ്ട് എന്താ, ഞാൻ എൻ്റെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ട് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ്. അല്ലെങ്കിൽ ഞാനൊരു കമ്പനി തുടങ്ങി ആ ഒരു കമ്പനിയുടെ പേരിൽ തുടങ്ങുന്നത് അതെന്താ, ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. ഓക്കെ, ഇനി റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വത്തുവകകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങുന്ന അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. അതായത് ക്യാഷ്, ഗുഡ്സ്, സ്റ്റോക്സ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നോമിനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെലവിനെയും വരുമാനത്തിനെയും റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് സാലറിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയില്ലേ, അതാണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഡെപ്പോസിറ്റ് ആണ് ഫിക്സഡ്, റീഇൻവെസ്റ്റ്മെൻറ്റ്, റെക്കറിങ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ബൾക്ക് എമൗണ്ട് കൊടുക്കുന്നതാണ് എന്ത്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതായത് ഒരു പർട്ടിക്കുലർ പീരിയഡിന്. റീഇൻവെസ്റ്റ്മെൻറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇസ് അക്യുമുലേറ്റഡ് ക്വാർട്ടർലി ആൻഡ് പെയ്ഡ് ഓൺ മെച്യൂരിറ്റി. അതായത് ഇപ്പം നമ്മൾ 2 വർഷത്തേക്കാണ് ഈ സാധനം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് 2 ലക്ഷം. പക്ഷെ നമുക്ക് സാധാരണ ഈ 2 വർഷത്തെ പലിശയല്ലേ കിട്ടുക. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ എത്രയാ, 12/4, 3 മാസം കഴിയുമ്പോൾ ആ ഒരു എമൗണ്ടിനുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, ഈ 2 ലക്ഷം പ്ലസ് ആ ഒരു 3 മാസത്തെ എമൗണ്ട് കൂടും. പിന്നത്തെ 3 മാസം കഴിയുമ്പോൾ ഈ 2 ലക്ഷം പ്ലസ് ആദ്യത്തെ 3 മാസത്തിൽ കിട്ടിയ ഇൻട്രസ്റ്റിനും കൂടെ ചേർത്തിട്ടുള്ള പലിശയായിരിക്കും കിട്ടുക. അങ്ങനെയായിരിക്കും റീഇൻവെസ്റ്റ്മെൻറ്റ് ഡെപ്പോസിറ്റ്. പിന്നെ റെക്കറിങ് ഡെപ്പോസിറ്റ്, അത് നേരത്തെ പറഞ്ഞു മന്ത്ലി ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണെന്ന്. പിന്നെ ടൈപ്പ് ഓഫ് ലോൺസ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ്സ്. ലോൺസ് എന്ന് പറയുമ്പോൾ സെക്യൂർ ലോൺ ഉണ്ട്, അൺസെക്യൂർ ലോൺ ഉണ്ട്. സെക്യൂർ ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുക്കണം. അപ്പോൾ ഗോൾഡ് പണയം വെച്ചിട്ട് അല്ലെങ്കിൽ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടൊക്കെ എടുക്കുന്നതാണ് എന്ത്, സെക്യൂർ ലോൺ. അൺസെക്യൂർ ലോൺ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു സെക്യൂരിറ്റിയും കൊടുക്കാണ്ട് നമുക്ക് കിട്ടുന്ന ലോൺസ്, അതായത് നമ്മുടെ പേഴ്സണൽ ലോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഡിമാൻഡ് ലോൺ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പൈസ കടം വാങ്ങിക്കുകയാണ്. എഡ്യൂക്കേഷൻ ലോൺ, പഠിത്ത ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതാവുമ്പോൾ ഇൻട്രസ്റ്റ് ഫ്രീ ആണ്, ഇൻട്രസ്റ്റ് അത്ര ഉണ്ടാവില്ല. അത് മാത്രമല്ല എപ്പോഴാണോ നമ്മുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, പൈസ പേ ചെയ്യാൻ തുടങ്ങിയാൽ മതി. പിന്നെ പേഴ്സണൽ ലോൺ എന്താ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, മാരേജ് അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോകണം അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമ്മൾ എടുക്കുന്നതാണ് പേഴ്സണൽ ലോൺ. പിന്നെ കൊമേഴ്ഷ്യൽ ലോൺ. കൊമേഴ്ഷ്യൽ ലോൺ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ മീൻസ് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്, ഒരു കമ്പനി ഞാനിപ്പോൾ തുടങ്ങി അതിന് വേണ്ടിയിട്ട്, ആ ഒരു കമ്പനി ഞാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ അതാണ് കൊമേഴ്ഷ്യൽ ലോൺ. ഒരു കമ്പനി ഞാൻ തുടങ്ങി അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കൊമേഴ്ഷ്യൽ ലോൺ. പിന്നെ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഒരാൾ നമ്മുടെ അക്കൗണ്ട് 0 ബാലൻസ് ആണ്, ആ ഒരു അക്കൗണ്ടിൽ നിന്ന് വീണ്ടും പൈസ എടുക്കാൻ നോക്കുന്നതാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ ഒന്നുമില്ല, 0 ബാലൻസ് ആണ്, പക്ഷെ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പൈസ എടുക്കാൻ നോക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഓവർ ഡ്രാഫ്റ്റും 2 തരമുണ്ട്, സെക്യൂർഡ് ഓവർ ഡ്രാഫ്റ്റും അൺസെക്യൂർഡ് ഓവർ ഡ്രാഫ്റ്റും. സെക്യൂർ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും അസറ്റ്സ്, നമ്മുടെ സ്വത്തോ മറ്റോ കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യണം, പണയം വെക്കണം. അൺസെക്യൂർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ല, നമ്മുടെ സാധനങ്ങളൊന്നും വെക്കണ്ട. പിന്നെ ചെക്കും ഡിമാൻഡ് ഡ്രാഫ്റ്റ്സ് ഒക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണമെന്നാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞു. എന്താണ്, ഡേറ്റ് ഏറ്റവും മുകളിൽ റൈറ്റ് മോസ്റ്റ് കോർണറിലായിട്ട് എന്താ കൊടുക്കണം, ഡേറ്റ് കൊടുക്കണം. ഇതാ കണ്ടോ, ഇവിടെ ഡേറ്റ് കൊടുക്കണം. ഇത് ചെക്കിൻ്റെതാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ ഡേറ്റ്, ദെൻ ഇവിടെ എന്താ എത്ര എമൗണ്ട് ആണെന്നുള്ളത്, ഇവിടെ എന്താ വേർഡ്സിൽ ഇവിടെ അതായത് ഇവിടെ നമ്മുടെ പേര് കൊടുക്കണം. ഇവിടെ എത്ര എമൗണ്ട് ആണെന്നുള്ളത് എന്തിൽ കൊടുക്കണം, നമ്പറായിട്ട്. ഇപ്പം ഡോളർ നോക്കണ്ട, 100 രൂപയാണെങ്കിൽ 100 അല്ല, ഒരു 10,000 ആണെങ്കിൽ ഇവിടെ നമ്മൾ 1 പിന്നെ 4 0 ഇട്ട് കൊടുക്കുക. ഇവിടെ എന്ന് പറയുമ്പോൾ 10,000 റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കണം. പിന്നെ ഇവിടെ നമ്മുടെ സിഗ്നേച്ചർ കൊടുക്കുക. ദെൻ ഇതാണ് ചെക്ക് നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്ത് പേയ്മെൻ്റ് ആണെന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം. ഓക്കെ, പല ചെക്കും പല പോലെ ആയിരിക്കും കേട്ടോ.
എല്ലാ ചെക്സും ഒരേപോലെ ഒന്നും ആയിരിക്കില്ല. ഇനി ഡിമാൻഡ് ഡ്രാഫ്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നു. ഇതാ കണ്ടോ, ഇതിൽ ബാങ്കിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും, പിന്നെ ആർക്കാണോ കൊടുക്കുന്ന അവരുടെ പേര്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവണം. ഇനി ഒരു അക്കൗണ്ട്, അതായത് നമ്മൾ പോയി ഇപ്പോൾ ബാങ്കിൽ പോയി അവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം? ഫസ്റ്റ് KYC വേണം. KYC എന്ന് പറയുമ്പോൾ നോ യുവർ കസ്റ്റമർ, അതായത് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണം. അതായത് വെറുതെ ഒരു ബാങ്ക് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമോ? നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇല്ലാണ്ട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി തരില്ല. സോ അതായത് നമ്മുടെ ഡീറ്റെയിൽസ്, ഐഡൻറ്റിറ്റി കാർഡ്, അഡ്രസ് പ്രൂഫ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. അതായത് ഈ KYC എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പോയി ഒരു അക്കൗണ്ട് തുടങ്ങാൻ പോവാണ് ആ ബാങ്കിൽ, എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയും കാണിക്കാണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ പേരിൽ എത്ര ID ഉണ്ടാക്കാൻ പറ്റും? ഫേക്ക് ആയിട്ടുള്ള ഐഡിയും വരില്ലേ? സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ KYC എന്ന് പറയുന്ന സാധനം. അതാണ് ഫോട്ടോ ID പ്രൂഫ് വേണം, അഡ്രസ് പ്രൂഫ് വേണം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ KYCക്ക് വേണം. അത് ID പ്രൂഫ് എന്ന് പറയുമ്പോൾ വോട്ടർ ID ആയിക്കോട്ടെ, ആധാർ കാർഡ് ആയിക്കോട്ടെ, എന്താണോ അത്. ഓക്കെ, പിന്നെ ഇന്ത്യൻ കറൻസി എന്ന് പറയുമ്പോൾ അത് ഇഷ്യൂ ചെയ്യുന്നത് ആരാ? RBI, റിസർവ് ബാങ്കാണ്. എന്ത് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യൻ കറൻസി തരുന്നത്. അതെന്താ? ഇന്ത്യൻ റുപ്പിയാണ് നമ്മുടെ ഇന്ത്യയുടെ ഒഫീഷ്യൽ കറൻസി. റുപ്പി എന്ന് പറയുന്നത്, റുപ്യ എന്ന് പറയുന്ന ഒരു സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റുപ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ കോയിൻ എന്നാണ്. റുപ്യയുടെ മീനിങ് ആണ് സിൽവർ കോയിൻ. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് INR എന്നുള്ളതിലാണ്. നമുക്ക് 10 rupees ഉണ്ട്, 20 rupees ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി ബാങ്കിങ് സർവീസ് ചാനൽസ് 1, ഇതിൽ വരുന്നതാണ് ബാങ്ക് ബ്രാഞ്ചും ATM-ഉം. ബാങ്ക് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നോർമലി നമ്മൾ ഈ ടൗണിലൊക്കെ പോകുന്ന ബാങ്കുകൾ. അതായത് ഇപ്പോൾ ഒരു ബാങ്ക്, ഇപ്പോൾ മുംബൈയിലാണ് ഇപ്പോൾ ഒരു ബാങ്ക് ഉള്ളത്, ആ ബാങ്കിൻ്റെ പല ബ്രാഞ്ചുകളും ഇന്ത്യയുടെ പല ഭാഗത്തായിട്ടുണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പാലക്കാട് മാത്രമൊന്നും ആയിരിക്കില്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ടാവും. ചിലപ്പോൾ ഒരു ജില്ലയിൽ 2 സ്ഥലത്തൊക്കെ ഉണ്ടാവും. അങ്ങനെ പല ബ്രാഞ്ചുകളായിട്ടുണ്ടാവും. അതേപോലെ പല സ്ഥലത്തായിട്ട് ATM-കളും ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് ATM? ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീനാണ് ATM. എന്തിനാണ്? നമ്മുടെ ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെഷീൻ എന്ത് പറയും? CDM, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ. ഓക്കെ, then അടുത്താണ് ബാങ്ക് മിത്ര വിത്ത് മൈക്രോ ATM. ഇപ്പം നമ്മൾ പറഞ്ഞു ബാങ്ക് ബ്രാഞ്ചും ATM-ഉം. ഇതിൻ്റെ മിനി വേർഷനാണ് ബാങ്ക് മിത്ര വിത്ത് മൈക്രോ ATM. അതായത് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയാണ് ഇത് മെയിനായിട്ടുണ്ടാവുക. അതായത് വലിയ സെറ്റപ്പ് ഒന്നുമില്ല, ഇപ്പോഴത്തെ വലിയ ബിൽഡിംഗ് ഒന്നും ഉണ്ടാവില്ല, ഇപ്പം നമ്മുടെ അക്ഷയ സെൻറ്റർ പോലെയൊക്കെ കുഞ്ഞ് സ്പേസേ ഉണ്ടാവുള്ളൂ. അതിനെയാണ് ഈ ബാങ്ക് മിത്ര എന്ന് പറയുന്നത്. ഇതിനെന്ത് പറയും? കസ്റ്റമർ സർവീസ് പോയിന്റ് എന്ന് പറയും. ബാങ്ക് മിത്രേനെ കസ്റ്റമർ സർവീസ് പോയിന്റ് എന്നും പറയും. ഇതിൽ ഈ ഒരു ബാങ്ക് മിത്രയിൽ നടക്കുന്ന നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും, ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും, നമ്മുടെ ക്യാഷ് ഫണ്ടായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും പറ്റും. അതായത് മിനി ബാങ്കാണ്, അതായത് ചെറിയ ബാങ്കാണ്, പ്രത്യേകിച്ച് റൂറൽ ഏരിയാസിന് വേണ്ടിയിട്ട്, റൂറൽ ഏരിയാസിലുള്ളത്. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ ബാങ്ക് സേവനങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാങ്ക് മിത്ര വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് പോയിന്റ് ഓഫ് സെയിൽസ്, POS. എന്താ? റിയൽ ടൈം ട്രാൻസാക്ഷൻ ആണ്. ഇതെന്തിനാണ്? അതായത് നമ്മൾ ഷോപ്സ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് കാർഡ് മീൻസ് QR കോഡും ഇല്ല, ക്യാഷും ഇല്ല, കാർഡാണുള്ളത്. അപ്പോൾ കാർഡ് ഈ സ്വൈപ്പ് ചെയ്യില്ലേ, അതാണ് POS മെഷീൻ. ഓക്കെ, അപ്പോൾ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ പ്രൊവൈഡ് ചെയ്യും. POS മെഷീൻ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി ബാങ്കിങ് സർവീസ് ചാനൽ 2, അതാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പോൾ GPay, PhonePe ഒക്കെ വന്നിട്ടില്ലേ, അതുപോലെ. ഇതിൽ വരുന്നതാണ് NEFT, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഇതെന്താ? ഇത്
മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാ? RBI ആണ്. നെഫ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് RBI ആണ്. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6:30 വരെയാണ് ഈ സാധനം വർക്ക് ചെയ്യുള്ളൂ. അതേപോലെ ഞായറാഴ്ചയൊന്നും ഉണ്ടാവില്ല, അതായത് ഹോളിഡേയ്സിൽ ഉണ്ടാവില്ല. ബാങ്ക് ഏതൊക്കെ ദിവസം വർക്കിംഗ് ആണോ ആ ദിവസങ്ങളിൽ മാത്രമേ ഇതും ഈ ഒരു ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും നടക്കുള്ളൂ, നെഫ്റ്റും വർക്കാവുള്ളൂ. ഓക്കെ, ഇത് ആദ്യമായിട്ട് വന്നത് 2005-ലാണ്. നെഫ്റ്റ് ആദ്യമായിട്ട് വന്നത് 2005-ലാണ്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്താണ് RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. അതായത് ഇതും റിയൽ ടൈം ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ്. ഇപ്പം നെഫ്റ്റ് പറഞ്ഞില്ലേ, ഇവിടെ എന്താ വെയിറ്റിംഗ് ടൈം ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെയൊന്നും പോവില്ല, കുറച്ച് സമയം ആ ഒരു 6:30-ക്കുള്ളിൽ എപ്പോൾ വേണേലും പോവാം. പക്ഷെ RTGS-ൽ അങ്ങനെയല്ല, വെയിറ്റിംഗ് ടൈം ഇല്ല, നോ വെയിറ്റിംഗ് ടൈം. അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്യും. 1-to-1 ട്രാൻസാക്ഷനാണ്, അതായത് ഗ്രോസ് ബേസിസിലാണ് 1-to-1 ട്രാൻസാക്ഷനാണ്. മിനിമം നമുക്ക് 2 ലക്ഷം രൂപ വരെ RTGS യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ നമ്മുടെ സെക്യൂരിറ്റീസും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇതിനടുത്താണ് IMPS, ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ്. IMPS ഇത് 2010-ലാണ് വന്നിരിക്കുന്നത്. എല്ലാ ദിവസവും 24 മണിക്കൂർ ഈ സാധനം വർക്ക് ചെയ്യും. അവധി ദിവസങ്ങളൊന്നും ഇതിന് ബാധകമല്ല. ഇത് മാനേജ് ചെയ്യുന്നത് NPCI, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇത് ഇന്റർ ബാങ്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, അതായത് ഒരേ ബാങ്ക് ആവണം. ഇപ്പോൾ SBIക്ക് മാത്രം അങ്ങനെയൊന്നുമില്ല, ഏത് ബാങ്കിനും ഏത് ബാങ്കുമായിട്ട് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു എഗ്രിമെൻ്റ് ആണ്. എന്താണ്? അതായത് ഞാനൊരു ഇൻഷുറൻസ് ചേർന്നു. ഇപ്പം ഞാനൊരു ഹൗസ് ലോൺ ആണ്, ഇപ്പോൾ വീടിനാണ് ഇൻഷുറൻസ് ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു കോമ്പൻസേഷൻ കിട്ടും. അങ്ങനെയാണ് ആ എഗ്രിമെൻ്റ് ഉണ്ടാവുക. അപ്പം വേറൊരു ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പൻസേഷൻ എൻ്റെ വീട്ടുകാർക്ക് കിട്ടും. ഒരു എമൗണ്ട് ഇത്ര രൂപ എൻ്റെ വീട്ടുകാർക്ക് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം കിട്ടും. ഓക്കെ, ഇതിൽ ലൈഫ് ഇൻഷുറൻസും ഉണ്ട്, നോൺ ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പേരിൽ എടുക്കുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് കിട്ടും. നോൺ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നോൺ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ പേരിൽ അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളുടെ പേരിൽ നമ്മൾ എടുക്കുന്നതാണ് ഇത് നോൺ ലൈഫ് ഇൻഷുറൻസ്. വരുമാനം നമ്മുടെ പോയി കഴിഞ്ഞാൽ, പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടാൽ, എന്തെങ്കിലും സാധനങ്ങൾ ഡാമേജ് ആയാൽ, വെഹിക്കിൾ ഇൻഷുറൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ഓരോ യോജനകളാണ് നോക്കുന്നത്. PMJDY, പ്രധാൻമന്ത്രി ജൻധൻ യോജന. പ്രധാൻമന്ത്രി ജൻധൻ യോജന, എല്ലാ യോജനകളും നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പ്രധാൻമന്ത്രി ജൻധൻ യോജന 2014 ഓഗസ്റ്റ് 28-ലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതൊരു എന്താണ്? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് പോലെ തന്നെയാണ്. നമ്മുടെ ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കിട്ടും. അതേപോലെ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെ കിട്ടും. പിന്നെ മിനിമം ബാലൻസിൻ്റെ ആവശ്യമില്ല. പിന്നെ അതേപോലെ ലൈഫ് ഇൻഷുറൻസ് 30,000 രൂപ. പിന്നെ മണി നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും മണി ട്രാൻസ്ഫറിങ് നടത്താൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. 5,000 രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കിട്ടും. ദെൻ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്. സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസിൽ വരുന്നതാണ് PMSBY, പ്രധാൻമന്ത്രി സുരക്ഷാ ബീമ യോജന. പ്രധാൻമന്ത്രി സുരക്ഷാ ബീമ യോജന അതായത് 2 ലക്ഷം രൂപ വരെ കിട്ടും. അതായത് ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 2 ലക്ഷം രൂപ വരെ കിട്ടും. അതായത് മരിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ. അതേപോലെ എന്തെങ്കിലും ഡിസബിലിറ്റി, അതായത് വികലാംഗനായി കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ. അതായത് ഫുള്ളി ഡിസേബിൾഡ് ആയിരിക്കണം. അതായത് ഇപ്പോൾ കണ്ണ് പോവുകയാണ്, കാഴ്ച നഷ്ടപ്പെടുകയാണ്, 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 ലക്ഷം രൂപ.
ഒരു കണ്ണിൻ്റെ മാത്രമാണെങ്കിൽ 1 ലക്ഷം രൂപ. അങ്ങനെയായിരിക്കും നമുക്ക് കിട്ടേണ്ടാവുക. പിന്നെ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്ന ആൾക്ക് 18 തൊട്ട് 70 വയസ്സ് വരെ ആണ് ലിമിറ്റ്. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഷുറൻസ് ചേരാൻ പറ്റില്ല. വർഷാവർഷം 12 രൂപയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, വർഷാവർഷം 12 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. എത്ര കാര്യം ഇതിൽ നോക്കിയാൽ മതി. ദെൻ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, ഇത് ഒരു ലൈഫ് ഇൻഷുറൻസ് തന്നെയാണ്. 18 മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് ജോയിൻ ചെയ്യാം. 50ൻ്റെ മുകളിലുള്ളവർക്ക് പറ്റില്ല. അപ്പം 55 വയസ്സ് വരെ നമ്മൾ എന്ത് ചെയ്യണം, അടയ്ക്കണം, പൈസ അടയ്ക്കണം. 330 രൂപയാണ് അതായത് പ്രീമിയം എമൗണ്ട് ഒരു വർഷത്തേക്ക് 330 രൂപ നമ്മൾ അടയ്ക്കണം. ഓക്കെ. അടുത്തത് APY, അദാൽ പെൻഷൻ യോജന. അദാൽ പെൻഷൻ യോജന എന്ന് പറയുമ്പോൾ എന്താ, ഒരു പെൻഷൻ സ്കീമാണ്. എന്താണ്, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് അഡ്മിനിസ്ട്രേഡ് ബൈ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. ഇതിന് എലിജിബിലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ, ബാങ്ക് അക്കൗണ്ട് ഉള്ള ആർക്ക് വേണമെങ്കിലും ഇത് ചേരാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, വേറെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിലും അംഗത്വം പാടില്ല. പിന്നെ 18നും 40നും ഇടയിലുള്ളവർക്കാണ് ഇതിന് ജോയിൻ ചെയ്യാൻ പറ്റുക. 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ എന്ത് കിട്ടും, പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ കിട്ടും. അപ്പോൾ 60 വയസ്സ് വരെ നമ്മൾ പൈസ അടയ്ക്കണം. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ 35 വയസ്സിലാണ് ജോയിൻ ചെയ്തത്, എന്നിട്ട് 35 to 60 വയസ്സ് വരെ നമ്മളത് പൈസ അടച്ചു. ഇപ്പം 25 വർഷം അടച്ചു. ഇപ്പം നമ്മൾ മാസാമാസം 1000 രൂപ വെച്ചിട്ടാണ് മാസാമാസം ഇപ്പം 1000 രൂപ വെച്ചിട്ടാണ് നമുക്ക് പെൻഷൻ വേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു മാസം നമ്മൾ 181 രൂപ അടയ്ക്കണം. ഒരു മാസം നമ്മൾ 181 രൂപ അടയ്ക്കണം. അപ്പം ആരാണോ ഈ പെൻഷൻ സ്കീമിലുള്ളത്, അയാളുടെ മരണം വരെ അയാൾക്ക് 1000 കിട്ടും. അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഭാര്യയ്ക്ക് 1000 രൂപ വെച്ച് മാസാമാസം കിട്ടും. ഇനി ഈ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ നോമിനി ആയിട്ട് മക്കളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക്, നോമിനിയായിട്ട് ആരുടെ പേരാണോ കൊടുത്തിരിക്കുന്നത് അവർക്ക് 1.7 ലക്ഷം രൂപ അവർക്ക് കിട്ടും. ഇനിയിപ്പോൾ 3000 രൂപ വെച്ചിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി എത്ര വേണം, 543. ഇതുപോലെ തന്നെയാണ് അയാളുടെ മരണശേഷം 3000 രൂപ വെച്ചിട്ട് വൈഫിന് കിട്ടും. ആ വൈഫിൻ്റെ ഡെത്തിന് ശേഷം 5.1 ലക്ഷം രൂപ അവരുടെ നോമിനി ആരാണോ അവർക്ക് കിട്ടും. പിന്നെ PMMY, പ്രധാനമന്ത്രി മുദ്ര യോജന, ഇത് 2015 ഏപ്രിൽ 8 വന്നിരിക്കുന്നത്. ഇതെന്താ, മുദ്ര മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി. മുദ്രയുടെ ഫുൾ ഫോമാണ് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി. ഫുൾ ഫോം മാത്രം നോക്കിയാൽ മതി. ഓക്കെ. അടുത്തത് നാഷണൽ പെൻഷൻ സ്കീം. നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുമ്പോൾ എന്താ, ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് PFRD ആണ്, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അതായത് 18നും 60നും ഇടയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പെൻഷൻ സ്കീം. അതായത് ഏറ്റവും കൂടുതൽ അടയ്ക്കുന്നതോറും നമുക്ക് കിട്ടുന്ന പെൻഷനും കൂടുതലായിരിക്കും. നമ്മുടെ അതായത് 18 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ നമ്മൾ ഇതിലേക്ക് പൈസ അടയ്ക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പെൻഷൻ കിട്ടും. അടുത്തത് PPF, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. PPF, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ഇത് 15 വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. അപ്പോൾ 15 വർഷം നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് 1968 നിലവിൽ വന്നിരിക്കുന്നത്. മന്ത്ലി ഒരു വർഷം നമ്മൾ 500 രൂപയാണ് അടയ്ക്കേണ്ടത്. 7.9% നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. അതേപോലെ ലോണും കിട്ടും. പിന്നെ ബാങ്ക് ഓൺ യുവർ മൊബൈൽ ബാങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ, ഇപ്പം നമ്മൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന GPay, PhonePe, Paytm അങ്ങനെ സകലമാന സാധനങ്ങളും ഈ മൊബൈൽ ബാങ്കിങ് ആണ്.
എന്താ ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. QR കോഡ് സ്കാൻ ചെയ്തിട്ടായിക്കോട്ടെ, മൊബൈൽ നമ്പറിലൂടെ ആയിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് സഡൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നല്ല നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. ഓക്കെ. ദെൻ മൊബൈൽ വാലറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വാലറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പേഴ്സാണ്. അതേപോലെ മൊബൈൽ വാലറ്റ്സ് എന്ന് പറയുമ്പോൾ മൊബൈലിലുള്ള നമ്മുടെ പേഴ്സ്, അതായത് നമ്മുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെയുള്ള സാധനങ്ങളുടെ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് വെർച്വൽ വാലറ്റ്. അതായത് അങ്ങനെയുള്ള സാധനങ്ങളുടെ ഇൻഫർമേഷൻ, ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് വെർച്വൽ വാലറ്റ്, അതായത് മൊബൈൽ വാലറ്റ് യൂസ് ചെയ്യുന്നത്. മൊബൈൽ വാലറ്റ് എന്ന് പറയുന്നത് ഒരു വെർച്വൽ വാലറ്റ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ മോഡ്യൂൾ. താങ്ക് യു.